ഹലോ ഫ്രണ്ട്സ്, എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയെ കുറിച്ചിട്ടാണത്. നമുക്ക് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന പോലെ തന്നെ ഓരോ മലയാളി വളരെയധികം അഭിമാനിക്കാൻ പറ്റിയ സംഭവമാണ്. കാരണം ഫോബ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്താണെന്നും അവരുടെ മാഗസിൻ എന്താണെന്നൊക്കെ കാര്യമൊക്കെ അറിയാം. അവരുടെ അത്രയും വലിയൊരു ഇത്രയും വലിയ സാമ്രാജ്യത്തിൽ നിന്ന് വരുന്നൊരു സംഭവം. അവർ പറയുന്ന മോസ്റ്റ് പോപ്പുലർ പേഴ്സണാലിറ്റി ആ ഒരു പീരീഡ് ജൂലൈയിൽ നോക്കുകയാണെങ്കിൽ 2026 നോക്കുകയാണെങ്കിൽ അതിൽ 10 പേരെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആദ്യം വരുന്ന ഈ വിജയ് തന്നെയാണ്. രണ്ടാമത്തെ വിരാട് കോഹ്ലി, ഒരു ക്രിക്കറ്റ് താരം. മൂന്നാമത്തെ നമ്മുടെ സിനിമാ താരം പ്രഭാസ്. 4 യാഷ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ അതിനുശേഷം വരുന്നത് NTR ആണ്, ജൂനിയർ NTR. പിന്നെ സൽമാൻ ഖാനൊക്കെ വരുന്നുണ്ട്. ആ സൽമാൻ ഖാൻ കഴിഞ്ഞ ശേഷം ഒരു വലിയൊരു അവതാരം വരുന്നത്, മലയാളത്തിൽ നിന്നാണ് ആ അവതാരം വരുന്നത്. അത് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. പിന്നെ 8ാമത്തെ ഒരു രാം ചരണാണ്. 9 സൂര്യ. 10 വന്നിട്ട് നമ്മുടെ എക്കാലത്തെയും കൂളസ്റ്റ് ക്യാപ്റ്റൻ MS ധോണിയാണ്, അല്ലേ, മഹേന്ദ്ര സിംഗ് ധോണി. അപ്പോൾ ഈ പറയുന്ന ലിസ്റ്റിൽ കാണുമ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റിയും ഭയങ്കരമായിട്ട് അഭിമാനമുണ്ട്. കാരണം ഈ 10 പേഴ്സണാലിറ്റി ഇല്ലേ, ആ പേഴ്സൺസിന് ഇന്ത്യ ഈ 100 കോടി അല്ലെങ്കിൽ 144 കോടി ജനങ്ങളുള്ള രാജ്യത്ത് നിന്ന് ഒരു 10 പേഴ്സണാലിറ്റിയുള്ള പേഴ്സൺസിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ അതിൽ വന്നിരിക്കുന്നത് നമ്മുടെ മമ്മൂട്ടി വന്നു. ഇതിൽ ഓക്കെ, ഇപ്പോഴും അതിൽ ഇവിടെ കൊടികൊട്ടി വാഴുന്ന കുറേ അധികം ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ അമിതാഭ് ബച്ചനോ അങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും അമിതാഭ് ബച്ചനൊന്നും ഇതിൽ സ്ഥാനം കിട്ടിയിട്ടില്ല. അതാണ് പറയുന്നത്. ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെ നമ്മളാണ് പലവിടെയും തഴയപ്പെടുത്തുകയും എന്താണ് ഇവിടെ നാട്ടിൽ പറയും മമ്മൂട്ടി അഹങ്കാരിയാണ്, മറ്റതാണ്, മറിച്ചാണ്, കുന്തമാണ്, കുടച്ചക്രയാണ് എന്നൊക്കെ പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫും അദ്ദേഹം സിനിമാറ്റിക് ലൈഫും രണ്ടാണെന്ന് തിരിയാനുള്ള ചെറിയൊരു കോമൺ സെൻസ് കാണിച്ചു. കാരണം അദ്ദേഹം സിനിമയിൽ കാണിക്കുന്ന ഒരു അടിയടിക്കും 10 പേര് പറക്കുന്നു പറഞ്ഞാൽ അത് ജസ്റ്റ് ലൈക്ക് സിനിമ. പക്ഷേ സിനിമയ്ക്ക് അപ്പുറത്തും വരുന്നത് നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെയും തൊട്ട് കഴിഞ്ഞാൽ സ്പർശന സുഖം ഉണ്ടാവും, ഇടിച്ചു കഴിഞ്ഞാൽ വേദനിക്കും, ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടാം, അങ്ങനെയൊക്കെ പറ്റാവുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. ഇല്ലാണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് 2 ചിറകും 4 കാലും ഒന്നുമില്ല, അത് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഇപ്പോഴും പറയുന്നത് പിന്നെ ഈ ഡൗൺ ടു എർത്ത് അല്ല മറ്റാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് തമ്മിൽ എന്താ വ്യത്യാസം, അല്ലേ? അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. എന്താ പറയുക, അങ്ങനെ ഒരു അൺവാണ്ടഡ് കമ്പാരിസൺ നടത്തുന്ന കുറേ യൂസ്ലെസ് പീപ്പിൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഒരു പേഴ്സണാലിറ്റി വരുമ്പോൾ നമുക്കുള്ളൊരു ഐഡിയോളജി, നമുക്കുണ്ടാവുന്ന ആശയങ്ങൾ എങ്ങനെ ഒരു സമൂഹത്തിന് മുന്നിലേക്ക് ഇറക്കുന്നതിനും അവരിലേക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. അതിലൊക്കെ മമ്മൂട്ടി വരാൻ ഇന്ന് വരെ മലയാളത്തിന് ഒറ്റയാളില്ല. എല്ലാവരുടെ പാത്രം എടുത്ത് കൊട്ടുന്ന പോലെ നല്ല പരിപാടി, അങ്ങനെ ഒരു സംഭവം. പക്ഷേ എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ ഈ ഒരു സമയത്ത് എടുത്ത് വെച്ച് മറ്റുള്ളവർക്ക് പേഴ്സണാലിറ്റി ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പേഴ്സണാലിറ്റി ഉണ്ടോ ഇല്ലെന്നൊരു സ്റ്റഡി നടത്തി ഒരാളെ പ്രൂവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനാണ് പേഴ്സണാലിറ്റി വരുമ്പോൾ വി ഷുഡ് അക്സെപ്റ്റ്. ഇത് മമ്മൂട്ടി ഒരു കാശ് കൊടുത്ത പരിപാടിയൊന്നുമല്ല. അല്ലാണ്ട് മമ്മൂട്ടി ഒരിക്കലും അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പ്രശസ്തിക്ക് വേണ്ടി സ്വന്തം പേരിൽ എന്തെങ്കിലും ചേർക്കാനോ അങ്ങനെയൊന്നും എൻ്റെ ആവശ്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല. ഈവൻ ഈ മെഗാസ്റ്റാർ എന്ന പദവി പോലും അദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹത്തിന് പറയേണ്ട, അദ്ദേഹത്തിന് കിട്ടിയത് ഏതൊരു പരിപാടിക്ക് പോയപ്പോൾ അവരുടെ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ അത് ഈ പറയുന്ന എല്ലാവരും ഏറ്റുപാടി, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനിതിൽ ഒരിക്കലും മെഗാസ്റ്റാർ ആണെന്നോ വലിയ പുള്ളിയാണെന്നുള്ള വിചാരം എനിക്കൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പലപ്പോഴും പലവഴിയും പറയുന്നത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം എപ്പോഴും അവകാശപ്പെടാൻ ശ്രമിക്കുന്നത് ഞാനൊരു നല്ല നടനാണ്, എന്നൊരു നടനാണെന്ന് അറിയപ്പെടണം എന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മമ്മൂട്ടി എന്ന ആ ഒരു വിസ്മയം, വലിയൊരു ആ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടറെ ആലോചിച്ച് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ 10 പേരിൽ നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ വന്നല്ലോ. അതാണ് അതിൻ്റെ ലെവല്. ബിഗ് പേഴ്സണാലിറ്റി വരുമ്പോൾ ഈ ഫോബ്സ് പോലുള്ളൊരു കമ്പനിയൊക്കെ ഇവരെ കൂടി സ്റ്റഡി നടത്തുകയും എന്നിട്ട് ആ സ്റ്റഡി നടത്തിയിൽ 10 പേരെ സെലക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ പറയുമ്പോൾ അത് നിസ്സാരപ്പെട്ട ഒരു സ്റ്റഡിയല്ല. കാരണം ഇവിടെ ഉള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ പരിപാടി നടത്തുകയാണെങ്കിൽ പോലും നമുക്ക് ഓക്കെ അതൊക്കെ ചുമ്മാ കാശ് കൊടുത്ത് പറയാൻ പറ്റും. പക്ഷേ ഫോബ്സ് എന്ന് പറയുന്നതിന് നമുക്ക് ഒരിക്കലും അവർ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നവരല്ല. അവർ റിയൽ ഡാറ്റ, റിയൽ സെനാരിയോ, കറൻറ്റ് ഫീൽഡിൽ ഇറങ്ങിയ അവന്മാർ റിയലായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതാണ് അവരുടെ ഒരു ക്രെഡിബിലിറ്റി. ഇത്രയും കാലത്തിന് മുമ്പിൽ അവരുടെ ക്രെഡിബിലിറ്റി ഒട്ടും കുറയാതെ വരാനുള്ള കാരണം അത് തന്നെയാണ്. അതൊരു ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റാണ് ഈ ഫോബ്സ് പറഞ്ഞത്. ഈ ഫോബ്സ് മാഗസിനൊക്കെ വരിക എന്ന് പറയുന്നത് തന്നെ അതെന്തോ നമുക്ക് ഭയങ്കര ലക്കാണ്.
ഒരു ഇപ്പോൾ നമ്മൾക്ക് ഫോബ്സ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും പോപ്പുലറായി, ഈ ലോകം മുഴുവൻ നമ്മൾ അറിയും എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അത്രമാത്രം ഒരു വിഷണറി ഉള്ളൊരു സാമ്രാജ്യമാണ് ഈ ഫോബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നമ്മുടെ സ്വന്തം ഒരു കുഞ്ഞ് ഇൻഡസ്ട്രി കിടക്കുന്ന സ്വന്തം മലയാളത്തിലെ നല്ല മമ്മൂട്ടിനെയൊക്കെ തിരഞ്ഞെടുത്ത് പറയുമ്പോൾ മമ്മൂട്ടിക്ക് കിട്ടുന്നതിനേക്കാളും പ്രാധാന്യം നമുക്കതറിയാം ആ മലയാളം കരയ്ക്കാണ് പ്രാധാന്യം. കാരണം ഞാൻ ആ ഒരു കുഞ്ഞ് സ്റ്റേറ്റിലെ ഒരു കലാകാരനതാ കണ്ടോ എടുത്തിരിക്കുന്നു, അറിയപ്പെടുത്തുന്നു നമ്മൾ അതിലുള്ള. ഇനിയിപ്പോൾ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ആരും മമ്മൂട്ടി എവിടെയാണ് ഫ്രം വേർ കേരള എവിടെയാണ് ഇന്ത്യയിലൊക്കെ ഇദ്ദേഹം എവിടെയാണ് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളും അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്തിന് മുന്നിൽ വലിയ ഒരു നേട്ടത്തിൻ്റെ പിന്നിലാവുകയാണ്. അതെന്തായാലും ഭയങ്കര കാര്യം തന്നെയാണ്. എന്തായാലും തമിഴിൽ 2 പേരുണ്ട് ഇടിവട്ടായിട്ട്, 2 പേരുണ്ട്. അതിൽ തുടക്കത്തിൽ നിൽക്കുന്ന ആൾ ഒരു രക്ഷയില്ലാത്ത ആളാണ്, അത് നമ്മുടെ സ്വന്തം വിജയാണ്. വിജയിൻ്റെ പോപ്പുലാരിറ്റി പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ഇറങ്ങിയുള്ള ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഈ സിനിമയിൽ എവിടെയെങ്കിലും അല്ല പാൻ ഇന്ത്യ ലെവലൊന്ന് റിലീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അയാളത്രയും പോപ്പുലാരിറ്റി ഇല്ല. പിന്നെ വിരാട് കോഹ്ലി പറയുമ്പോൾ ഒരു ക്രിക്കറ്റ് തരണം, ആസ് യൂഷ്വൽ ഒരു ക്രിക്കറ്റ് ഭ്രാന്തുള്ള ഇന്ത്യയിൽ അത് ക്രിക്കറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹം തന്നെ അത് കഴിവില്ലെന്നും പറയുമില്ല, അത് നല്ല കഴിവൊക്കെ വ്യക്തി തന്നെയാണ്. പിന്നെ പ്രഭാസ് തന്നെ ബാഹുബലിലൂടെ ഒരു ലൈഫിനെ ചേഞ്ച് ചെയ്ത വ്യക്തി. പിന്നെ യാഷിവിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. KGF ഒറ്റ സാമ്രാജ്യമാണ് അദ്ദേഹം കെട്ടിപ്പൊക്കിയത്. അതിലൂടെ ഉണ്ടെന്ന ഓറ. പിന്നെ അതിൽ ഇപ്പോഴത്തെ ഒരു രാമായണം സിനിമയിൽ വരുന്ന സിനിമയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാവണൻ്റെ കഥാപാത്രം കാണിക്കുമ്പോൾ ഉണ്ടാവും നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, വാവ് എന്ന ഫാക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ജൂനിയർ NTR അതെനിക്ക് എന്തോ വ്യക്തമായില്ല. എന്തായാലും ജൂനിയർ NTRനെയൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. സൽമാൻ ഖാനൊക്കെ അറ്റ്ലീസ്റ്റ് ഹീസ് ഗുഡ് ഗായ് എനിമോർ അല്ലേ, ആൾ നല്ല ആക്ടറുമാണ്, അത് നല്ല അടിപൊളി ആ മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്നേഹിക്കും കൂടിയാണെന്ന് അറിയാം. എന്തായാലും നമ്മുടെ പിന്നെ രാംചരൺ എന്താണെന്നില്ല. എന്തായാലും തെലുങ്കിൽ നിന്നാണ് 3 പേരുകൾ വന്നിരിക്കുന്നത്, തമിഴ് 2 പേര്, ഹിന്ദിയിൽ നിന്ന് ഒറ്റ ആൾ, പിന്നെ ക്രിക്കറ്റ് ലോകത്തിന് 2 പേര്. ഓക്കെ ഫൈൻ. ധോണിയെല്ലാം ഇത്രയും ഫീൽഡ് ഔട്ട് ആയിട്ടും അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഒരു 10ാം റാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും അല്ലെങ്കിൽ ആ ഒരു വാഴ്ത്തുപാട്ടുകൾ ഇപ്പോഴും നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ആടി ഓടി നടക്കുന്നുള്ള കാര്യത്തിലാണ്, അലവല്ലി നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒന്ന് ചുമ്മാ ഗ്രീസിലേക്ക് ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത് തന്നെ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അത് ശരിക്കും ധോണി എന്ന് പറഞ്ഞാൽ ഒരു കൂൾ ആൻഡ് കാം അല്ലേ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ക്യാപ്റ്റൻസി, പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി, സൂപ്പർ ഗായ്. എന്തായാലും ഈ ഒരു സംഭവം അറിഞ്ഞു വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം 2 ദിവസമായിട്ട് ഈ സാധനം ഞാൻ കണ്ടു, പക്ഷേ എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല, ചുമ്മാ തള്ളി കിട്ടുന്ന തള്ളിയതാണെന്നില്ല വന്നോണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിയത്. പക്ഷേ ഇത് ജെന്യൂൻ തന്നെയാണ്, സൈറ്റിലൊക്കെ ഉണ്ടാവിട്ടെ. എന്തായാലും ഇങ്ങനെ ഒരു നേട്ടം നമ്മുടെ മമ്മൂട്ടിക്ക്, സത്യം പറഞ്ഞാൽ മമ്മൂട്ടിക്ക് ഈ വർഷം കൊള്ളാം കേട്ടോ. ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് ഓസ്കാർ അദ്ദേഹത്തിന് സിനിമ കൊണ്ട് പ്രദർശിപ്പിച്ചു, ഓസ്കാർ മ്യൂസിക് കൊണ്ട് പ്രദർശിപ്പിച്ചു, പിന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി, പിന്നെ പത്മഭൂഷൺ കിട്ടി, ഇപ്പോൾ പിന്നെ ഫോബ്സിൻ്റെ അംഗീകാരവും കിട്ടി. സത്യം പറഞ്ഞാൽ 2026 ലോട്ടറി അടിച്ചതെന്നല്ല, 2026 മമ്മൂട്ടിൻ്റെ പേരിലേക്ക് എഴുതപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അത്ര മനോഹരമായിട്ടുള്ള ഓരോ ദിവസങ്ങളും കടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇതുവരെ കിട്ടാത്ത പല അംഗീകാരങ്ങൾക്കും വഴിയൊരുക്കിയൊരു വർഷം കൂടിയാണ് 2026 എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, അവർക്ക് നമുക്ക് ഓരോരുത്തർ അഭിമാനമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡ് കിട്ടാൻ വേണ്ടി 10-12 വർഷം വെയിറ്റ് ചെയ്തു. കാരണം അത്ര പടമില്ലാണ്ടൊന്നുമല്ല, പടമില്ലാത്തതുകൊണ്ട് പടം കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന് കിട്ടിയില്ല. ആ സമയങ്ങളിൽ നമ്മളൊക്കെ പറഞ്ഞത് പൊളിറ്റിക്സ് കളിച്ചുകൊണ്ട് തന്നെ. കാരണം നമുക്ക് നേരത്തെ മയക്കുവാണെങ്കിലും ഷാക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിലും അങ്ങനെ ഒട്ടുമിക്ക സിനിമ വന്നപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇതിനു മുമ്പും അപ്പോൾ ഇപ്പോൾ കിട്ടിയത് നാഷണൽ നമ്മുടെ ബ്രഹ്മയുഗം ആ വലിയൊരു ഇടിവെട്ട് സാധനത്തിന് കിട്ടി. അത് ബ്രഹ്മയുഗത്തിന് കൊടുത്തതിന് പിന്നെ വേറെ ഏത് സിനിമയ്ക്ക് കൊടുത്താലും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സിനിമാ പ്രേമികളുണ്ടെങ്കിൽ അവന്മാർ ഈ നാഷണൽ അതോറിറ്റി നാഷണൽ ഫിലിം ഈ ബോർഡുണ്ടല്ലോ, ഈ നാഷണൽ അവാർഡൊക്കെ പ്രഖ്യാപിക്കുന്നത്, അവരുടെ ബോർഡ് എല്ലാം അവർ തെറി പറയും. അതുകൊണ്ട് തന്നെ അറിയുന്നില്ല. അപ്പോൾ എന്തായാലും മമ്മൂട്ടിക്ക് ഈ വർഷത്തിൻ്റെ കലക്കം വർഷം തന്നെയാണ്. വർഷം കഴിയാനായിട്ടില്ല, ഇനി 8 മാസം ആയിരുന്നുള്ളൂ. എന്തായാലും ഇനിയും 4 മാസമുണ്ട്, സോറി ഇനി 2 മാസം കൂടി ഉണ്ട് ഈ വർഷം കഴിയാൻ. അപ്പോഴേക്കും ഇതൊരു തീരുമാനമാകും, മമ്മൂട്ടി തീരുമാനമാക്കും. 4 മാസം കൂടി ഉണ്ടല്ലോ, അതിലൂടെ തീരുമാനമാക്കും. എന്തായാലും ഇനിയും കുറേ അവാർഡുകളൊക്കെ വാരിക്കൂട്ടി വരട്ടെന്നേ, ഇനി എന്തൊക്കെ പരിപാടികൾ ചെയ്യാനുണ്ട് പുള്ളിക്ക്. എന്തായാലും മമ്മൂട്ടി ആലോചിച്ച് നിങ്ങളെപ്പോലെ ഞാനും അഭിമാനം എന്താ പറയുക റൊമാൻറ്റിഫിക്കേഷനൊക്കെ ആയിരിക്കണം. കാരണം നമ്മൾ ഓരോരുത്തർക്കും ഇത് വലിയൊരു സംഭവം. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹ്യൂജ് റെസ്പോൺസൊക്കെ വരാൻ പോകുന്നു. കാരണം അത്രമാത്രം ഒരു യൂണിക്കായിട്ടുള്ള സിനിമകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വന്തം കമ്പനി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു 10 പേരിൽ നമ്മുടെ പുള്ളി ഒരു 7ാമത്തെ വന്നതിൽ കൊള്ളാം. എന്തായാലും സൽമാൻ ഖാൻ കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് മമ്മൂട്ടിയാണെന്ന് പറഞ്ഞല്ലോ. എന്തായാലും രാംചരൻ്റെ മുമ്പിലാണെന്ന് പറഞ്ഞു, സൂര്യയുടെ മുന്നിലാണ്, ധോണിയുടെ മുന്നിലെന്നൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം 2026 ജൂലൈ മാസം പീരീഡിൽ ഫോബ്സ് ഇറക്കിയ ഈ ഒരു സ്റ്റഡിയിൽ 10 പേരിൽ നമ്മുടെ സ്വന്തം മമ്മൂട്ടിയും.
എന്തായാലും ഗൈസ് നിങ്ങളെപ്പോലെ എനിക്ക് അഭിമാനമുണ്ട്. എന്തായാലും മമ്മൂട്ടി പൊളിയാണ് ഈ വർഷം. നിങ്ങൾക്ക് ഇനിയും എന്തോരം സാധനങ്ങൾ ഇനി വരാൻ കിടക്കുന്നുണ്ട്. എല്ലാം വരട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ നേട്ടത്തിന് ഞങ്ങളും പങ്കാളിയായതിൽ വളരെ സന്തോഷിക്കുന്നു. ഓക്കെ ഗൈസ്, ബൈ ബൈ, സി യു. ഇനി ഒരു പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ, സി യു, സ്റ്റേ ട്യൂൺ.